ഇതിൽ ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ട സമയമാണ് ഇപ്പോൾ. ശ്രീ കെ മുരളീധരൻ, കോൺഗ്രസ് നേതാവ് ടെലിഫോൺ ലൈനിൽ. ശ്രീ കെ മുരളീധരൻ, ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി ഇതാ 2 കേസിലും ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയാണ്. എങ്ങനെ പ്രതികരിക്കുന്നു? കഴിഞ്ഞ 3 ദിവസമായിട്ട് പ്രതിപക്ഷം നിയമസഭ സ്തംഭിപ്പിച്ചത് ശരിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞല്ലോ. കാരണം എല്ലാ കേസിലും പോറ്റിക്ക് ജാമ്യം കിട്ടി. ഇനി 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മാത്രമേ ഇറങ്ങാൻ ബാക്കിയുള്ളൂ. അതും വലിയ താമസിയാതെ ഇറങ്ങുന്ന ലക്ഷണമാണ്. അതുകൊണ്ട് SITയുടെ അന്വേഷണം ഒട്ടും തൃപ്തികരമല്ല എന്ന് UDF പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയായി വന്നിരിക്കുകയാണ്. ഹൈക്കോടതി എന്ത് പറഞ്ഞാലും ശരി, ഇപ്പൊ പോറ്റി പോലും പുറത്തിറങ്ങി. ഇനിയിപ്പോ എന്താ ഇനിയിപ്പോ കോടതിക്ക് പറയാനുള്ളതാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും UDF കഴിഞ്ഞ 3 ദിവസം നിയമസഭയിൽ എടുത്ത സ്റ്റാൻഡ് ശരിയായി എന്ന് ഈ വിധിയോടുകൂടെ തെളിഞ്ഞിരിക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്നുള്ള ആരോപണമാണല്ലോ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കോടതി അത് തള്ളുകയല്ലേ ശ്രീ മുരളീധരൻ? കോടതി തള്ളിയാൽ എന്തുകൊണ്ട് എല്ലാ പ്രതികൾക്കും ജാമ്യം കിട്ടി? എല്ലാവർക്കും ആലോചിച്ച് അറിയാലോ. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയ പ്രതികൾ തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കും. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോഴത്തെ പോറ്റി പൂർണ്ണമായിട്ടും ജാമ്യത്തിലായിക്കഴിഞ്ഞു. ഇനി അദ്ദേഹം പുറത്തിറങ്ങി എല്ലാ തെളിവും നശിപ്പിക്കും. അതിന് മുഖ്യമന്ത്രി കൂട്ടുനിൽക്കുകയാണ്. അതിന്റെ ഫലമാണ് ഇതൊക്കെ. SIT പൂർണ്ണമായിട്ട് മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിലാണ്, ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലല്ല. ശരി, SITക്ക് തിരിച്ചടി എന്നുള്ള കാര്യം പറയുമ്പോൾ കോൺഗ്രസ് ഭരണകാലത്തും എന്നുള്ള ആരോപണം കൂടിയാണല്ലോ തിരിച്ച് ഭരണപക്ഷത്തിൽ നിന്ന് വരുന്നത് ശ്രീ മുരളീധരൻ. തെളിവില്ലാത്ത കുറെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. സ്വർണം കട്ടതാരാ? 2019 സ്വർണം കക്കുന്നത്. അന്ന് കേരളത്തിൽ അധികാരത്തിലുള്ള LDF ആണ്. ഈ യാഥാർത്ഥ്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ചില ഫോട്ടോ മാത്രം കാണിച്ച് അത് UDFന്റെ തലയിൽ കെട്ടിവയ്ക്കാൻ എത്ര നോക്കിയാലും ഏത് അന്വേഷണം നേരിടാൻ UDF തയ്യാറാണ്. എന്തുകൊണ്ട് സ്വർണം കെട്ടവരെ രക്ഷിക്കാൻ ഗവൺമെന്റ് ശ്രമിക്കുന്നു? അതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിന് ഉത്തരം പറയാൻ ഗവൺമെന്റിന് കഴിയുന്നില്ല. ശരി, വളരെ നന്ദി ശ്രീ കെ മുരളീധരൻ പ്രതികരിച്ചതിന്. സ്വർണ്ണക്കൊള്ളയിലെ ഒന്നാം പ്രതി പുറത്തിറങ്ങിയതോടുകൂടി തന്നെ കേസ് ദുർബലമാകും എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് പ്രതികരിക്കുന്നത് ഒന്നാം പ്രതിക്കും ജാമ്യം ലഭിക്കുന്നു. കൂടാതെ ബാക്കി പ്രതികളും CPMുമായി ബന്ധമുള്ള CPMയുടെ ജില്ലാ കമ്മിറ്റിയിൽ തുടരുന്ന പത്മകുമാറും മുൻ കമ്മീഷണർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് N വാസുവും വൈകാതെ പുറത്തിറങ്ങും എന്നുകൂടിയാണ് ഇപ്പോൾ കെ മുരളീധരൻ പ്രതികരിച്ചിരിക്കുന്നത്. TV പ്രസാദ് ഇപ്പോൾ കർശന ഉപാധികളോടുകൂടി തന്നെയാണ് ജാമ്യം. ഇനിയിപ്പോൾ പോറ്റിയുടെ നീക്കങ്ങൾ SIT നിരീക്ഷിക്കും എന്ന ഒരു വിലയിരുത്തലും ഒരു വസ്തുണ്ട്. പോറ്റി ആരെയൊക്കെ ബന്ധപ്പെടുന്നു എന്നതുകൂടി SIT നിരീക്ഷിക്കുമെന്നുള്ളത്. അക്കാര്യം പോറ്റിക്കും അറിയാം എന്നുള്ള കാര്യം കൂടി അവിടെ നിൽക്കുകയാണല്ലോ. അതോടൊപ്പം EDയുടെ ഇടപെടൽ കൂടി ഇതിൽ വരുമ്പോൾ ഒരുപക്ഷേ കേസ് കൂടുതൽ ശക്തമാകില്ലേ? അതുതന്നെയാണ് ശ്രുതി. പക്ഷേ EDയുടെ കേസും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കേസുമായി ബന്ധമില്ല എന്നുള്ളതാണ്. അത് രണ്ടും 2 കേസാണ്. ഇപ്പോൾ നിലവിൽ ആ പോറ്റിക്ക് ജാമ്യം കിട്ടിയിരിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കേസിലായതുകൊണ്ട് തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തെ ഇത് ദോഷകരമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കേസാണ് ED പരിശോധിക്കുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇനിയും പ്രത്യേക അന്വേഷണ സംഘത്തിന് പുറത്തു കൊണ്ടുവരാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തൊണ്ടി മുതൽ ദ്വാരപാലകരിൽ നിന്നും അതുപോലെ കട്ടിളപ്പടിയിൽ നിന്നും കൊണ്ടുപോയ സ്വർണം എവിടേക്കാണ് എത്തിച്ചത് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു കൃത്യത പ്രത്യേക അന്വേഷണ സംഘത്തിന് വന്നിട്ടില്ല. അതിന്റെ തുടക്കം മുതൽ അവസാനം വരെ അറിയാവുന്ന ഒരാളാണ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളതാണ്. ഇനി ആ ഒരു രീതിയിലുള്ള ചോദ്യം ചെയ്യലോ കസ്റ്റഡിയിലെടുക്കലോ അങ്ങനെ ഒരു രീതി ഇനിയിപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിനില്ല. മറ്റു വഴികൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം ഇനിയിപ്പോൾ SITക്ക് മുന്നോട്ട് പോകേണ്ടത്. അത് എത്രമാത്രം സാധ്യമാകും എന്നുള്ളതാണ് ശ്രുതി. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ എല്ലാ തട്ടിപ്പും അറിയുന്ന ഒരാൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനി പോലീസ് എത്ര നിരീക്ഷിച്ചാലും അതിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് ബന്ധപ്പെടേണ്ടവരെ ബന്ധപ്പെടാനും നേരിട്ട് കാണേണ്ടവരെ നേരിട്ട് കാണാനും ഇനിയും കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരാതിരിക്കാനുമുള്ള എല്ലാ സൂത്രങ്ങളുമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന കാര്യം നമുക്കറിയാം. മാത്രവുമല്ല ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള ബന്ധം വിപുലമായ ബന്ധങ്ങളാണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനുമായും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആറ്റിങ്ങൽ MP അടൂർ പ്രകാശും ഉൾപ്പെടെയുള്ളവർ സോണിയാഗാന്ധിയെ നേരിട്ട് കാണാനുള്ള ബന്ധം, അതുപോലെ തന്നെ പത്മകുമാറിന്റെ വീട്ടിൽ ദൈനംദിനം പോകാനുള്ള ബന്ധം, അങ്ങനെ തുടങ്ങി അവിടെ എത്തുന്ന രാഷ്ട്രീയക്കാരെയും ജയറാമിനെ പോലെയുള്ള സിനിമാക്കാരെയും എല്ലാവരെയും വലയിലാക്കാനുള്ള ബന്ധമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അദ്ദേഹം പുറത്തേക്കിറങ്ങുമ്പോൾ, ഒന്നാം പ്രതി പുറത്തേക്കിറങ്ങുമ്പോൾ ഉറപ്പായും അത് ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിനെ ദോഷകരമായി ബാധിക്കും എന്നുള്ളത് തന്നെയാണ് ശ്രുതി. ഇതിലെ പ്രധാനപ്പെട്ട പോയിന്റ് ഇനി വരാനുള്ളത് പത്മകുമാർ അധികം വൈകാതെ ഇങ്ങനെ തന്നെയാണെങ്കിൽ പുറത്തേക്കിറങ്ങും എന്നുള്ളത് തന്നെയാണ്. അതിനു മുമ്പ് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ സ്വാഭാവിക
ജാമ്യത്തിലുള്ള അർഹത CPIM-ന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാറിന്റെ ഒരുപക്ഷെ ശബരിമല സ്വർണ്ണക്കൊള്ള പോലെ ഇത്ര പ്രമാദമായ കേസിൽ കുടുങ്ങിയിട്ടും ഒരു രാഷ്ട്രീയ സംഘടനാ നടപടിയുമില്ലാതെ പുറത്തിറങ്ങുന്ന ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കും ഒരുപക്ഷെ പത്മകുമാർ. അതുപോലെ എൻ വാസുവും വൈകാതെ പുറത്തിറങ്ങും. കുറ്റപത്രം ഇങ്ങനെയാണെങ്കിൽ മാർച്ച് മാസം ആദ്യവും കൊടുക്കാനുള്ള സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം VSSC-യിൽ കൊടുത്ത ശാസ്ത്രീയ പരിശോധനയുടെ ഫലം വരാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും എന്നുള്ളതാണ്. മാത്രവുമല്ല, തൊണ്ടി മുതൽ കിട്ടാത്തൊരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കുറ്റപത്രം എത്ര കാലം കൊടുക്കാൻ വൈകുന്നു അത്രത്തോളം 90 ദിവസം പൂർത്തിയാകുന്നവർ ഓരോരുത്തരായി പുറത്തേക്കിറങ്ങും എന്നുള്ളതാണ്. ഇനി പ്രധാനമായും രണ്ട് വലിയ മീനുകൾ ഉള്ളത്. ഒന്ന്, പത്മകുമാർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, നിലവിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം. എൻ വാസു, മുൻ ദേവസ്വം കമ്മീഷണർ, മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, CPIM-ന്റെ നേതാവ്. ഇവർ രണ്ടുപേരുമാണ് പ്രധാനമായുള്ളത്. കുറച്ചുകൂടി കുറ്റപത്രം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്ക് സ്പോൺസറുടെ മുഖം മൂടി വെച്ച് എല്ലാ കാര്യങ്ങൾക്കും നേതൃത്വം നൽകിയ റോത്തം ജ്വല്ലറിയുടെ ഉടമ ഗോവർദ്ധൻ, അതുപോലെ ശബരിമലയിലെ ദ്വാരപാലകരും കട്ടിളപ്പടിയും സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവരും കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ പുറത്തേക്ക് വരും. ശ്രുതി, അതാണ്